വ്യക്തി, കുടുംബം, സമൂഹം. നാസ്തികതയിലും ഇസ്ലാമിലും. പുസ്തകവായന. രചന ഷേഖ് മുഹമ്മദ് കാരക്കുന്നം. പ്രസാധനം BSM ട്രസ്റ്റ്. വിതരണം ഡയലോഗ് സെന്റർ, കേരള. അധ്യായം 5. കുടുംബം ഇസ്ലാമിൽ. ഇസ്ലാമിക വീക്ഷണത്തിൽ കുടുംബം ഒരു ദൈവിക സ്ഥാപനമാണ്. സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം. അത് ഭദ്രമായാലേ സമൂഹം സുരക്ഷിതവും ആരോഗ്യകരവുമാവുകയുള്ളൂ. അതുകൊണ്ടുതന്നെ ഇസ്ലാം കുടുംബത്തിന് വമ്പിച്ച പ്രാധാന്യം കൽപ്പിക്കുന്നു. ഖുർആനിൽ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വിശേഷണം കാരുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബത്തിനും ഗർഭാശയത്തിനും ഖുർആൻ ഉപയോഗിച്ച പദവും അவ்விധം തന്നെ. അതിരുകളില്ലാത്ത ദൈവകാരുണ്യത്തിൽ നിന്ന് മാതാവിന് പകർന്നു കിട്ടിയ കാരുണ്യം കുടുംബത്തിൽ പരന്നൊഴുകി അത് കൂടുമ്പോൾ ഇമ്പമുള്ളതാകണമെന്നാണ് ഇതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. കുടുംബം മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. സ്ത്രീ പുരുഷന്മാർ യൗവനം പ്രാപിക്കുമ്പോൾ അവരിൽ ഉയിരെടുക്കുന്ന ലൈംഗികാസക്തിയെ തൃപ്തിപ്പെടുത്താൻ ഇസ്ലാം നിശ്ചയിച്ച വിഹിതമായ മാർഗമാണ് വിവാഹവും ദാമ്പത്യവും. എല്ലാ വിവാഹ ബാഹ്യബന്ധങ്ങളെയും ഇസ്ലാം കർക്കശമായി വിലക്കുന്നു, ശിക്ഷാർഹമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇസ്ലാമിൽ ലൈംഗികത പാപമല്ല. എന്നല്ല, വിഹിതമായ മാർഗത്തിലൂടെയുള്ള അതിൻ്റെ വിനിയോഗം മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലാർഹമായ പുണ്യകർമ്മമാണ്. എല്ലാ അവിഹിത ബന്ധങ്ങളെയും കൊടിയ കുറ്റകൃത്യമായി പ്രഖ്യാപിച്ചതിലൂടെ ഇസ്ലാം സമൂഹത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളും സദാചാര വിശുദ്ധിയും പൂർണ്ണമായും സംരക്ഷിക്കുന്നു. അതോടൊപ്പം കുടുംബം ഭദ്രവും സംതൃപ്തവുമാകാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും അധ്യാപനങ്ങളും ഇസ്ലാം സമർപ്പിക്കുന്നു. അതിലെ ഓരോ അംഗത്തിൻ്റെയും അവകാശങ്ങളും ബാധ്യതകളും സൂക്ഷ്മമായും കണിശമായും കൃത്യമായും പഠിപ്പിക്കുന്നു. വിവാഹം അനുവദിക്കപ്പെട്ടവർ, നിരോധിക്കപ്പെട്ടവർ, ദാമ്പത്യ ജീവിതം, അതിലുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള പരിഹാരം, വിവാഹമോചനം, അതൊഴിവാക്കാൻ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അഥവാ അതനിവാര്യമായി വരികയാണെങ്കിൽ പാലിക്കേണ്ട ക്രമങ്ങൾ, വിവാഹമുക്തയുടെ അവകാശങ്ങൾ, മുലകുടി ബന്ധം, കുട്ടികളുടെ അവകാശങ്ങൾ, അവരുടെ സംരക്ഷണം, അനന്തരാവകാശ നിയമങ്ങൾ തുടങ്ങി കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇണകൾ. കുടുംബം രൂപം കൊള്ളുന്നത് ദാമ്പത്യത്തിൽ നിന്നാണ്, ദാമ്പത്യം വിവാഹത്തിലൂടെയും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ വിവാഹം വിശുദ്ധവും പുണ്യകരവുമായ കാര്യമാണ്. തൻ്റെ കുടുംബമോ മാതാപിതാക്കളോ മക്കളോ സഹോദരി സഹോദരന്മാരോ മറ്റ് രക്തബന്ധുക്കളോ ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള സാധ്യതയോ സ്വാതന്ത്ര്യമോ ആർക്കുമില്ല. എന്നാൽ ജീവിത പങ്കാളിയെ തീരുമാനിക്കാനും തെരഞ്ഞെടുക്കാനും ഏവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇതിനെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു. ഇസ്ലാമിൽ ഭരിക്കുന്ന ഭർത്താവും ഭരിക്കപ്പെടുന്ന ഭാര്യയുമില്ല. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും കഴിയുന്ന ഇണകളേയുള്ളൂ. അവർ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പരസ്പരം കൂടിയാലോചിച്ചാണ്. സ്നേഹവും കാരുണ്യവുമാണ് ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഖുർആൻ ഊന്നിപ്പറയുന്നു. വിവാഹത്തിലൂടെ 2 വ്യക്തികൾ മാത്രമല്ല, 2 കുടുംബങ്ങൾ തമ്മിലാണ് ബന്ധം സ്ഥാപിക്കുന്നത്. അതോടെ വധൂവരന്മാർക്ക് ഓരോ മാതാപിതാക്കൾക്ക് പകരം ഈ 2 മാതാപിതാക്കളുണ്ടാകുന്നു. എല്ലാ തലങ്ങളിലും ഇவ்விധം കുടുംബം ഇരട്ടിക്കുന്നു. വിവാഹത്തോടെ സ്ത്രീയുടെ സംരക്ഷണ ബാധ്യത പുരുഷനിൽ വന്നുചേരുന്നു. അതിൻ്റെ പ്രതീകാത്മകമായ പ്രഖ്യാപനമാണ് വരൻ വധുവിന് നൽകുന്ന വിവാഹമൂല്യം അഥവാ മഹർ. കുടുംബനാഥൻ എല്ലാവിധ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ടാണ് തൻ്റെ ചുമതലകൾ നിർവഹിക്കേണ്ടത്.
അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളോട് വളരെ മാന്യമായും സ്നേഹോഷ്മളമായും ഉയർന്ന മര്യാദകൾ പാലിച്ചുമാണ് കുടുംബത്തോട് ഇടപെടേണ്ടത്. മനുഷ്യരിൽ ഏറ്റവും നല്ലവർ സ്വന്തം കുടുംബത്തോട് നന്നായി വർത്തിക്കുന്നവരാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇണകൾക്കിടയിൽ സ്നേഹോഷ്മളമായ പരസ്പര ബന്ധം ഉണ്ടാകണമെങ്കിൽ ഇരുവരും പരസ്പരം മനസ്സിലാക്കുകയും ആദരിക്കുകയും വേണം. അതോടൊപ്പം ഇരുവർക്കും വിനയവും വിട്ടുവീഴ്ചയും അനിവാര്യമാണ്. അന്യോന്യം സഹായിക്കാനും സേവിക്കാനും ത്യാഗമനുഷ്ഠിക്കാനും തയ്യാറാവണം. ശാരീരിക താൽപ്പര്യങ്ങളെക്കാളേറെ മാനസികോല്ലാസത്തിനും ആത്മീയാനുഭൂതികൾക്കും പ്രാമുഖ്യം കൽപ്പിക്കുമ്പോഴേ ഇത് സാധ്യമാവുകയുള്ളൂ. അതോടൊപ്പം ഇണകൾ സല്ലപിക്കാനും ഉല്ലസിക്കാനും സമയം കണ്ടെത്തുകയും വേണം. ദാമ്പത്യവും കുടുംബജീവിതവും ഭദ്രവും സംതൃപ്തവും സ്നേഹനിർഭരവും കാരുണ്യപൂർണവുമാകാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങളും അധ്യാപനങ്ങളും ഉപദേശനിർദ്ദേശങ്ങളും ഇസ്ലാം ഇരുവർക്കും നൽകുന്നു. അവയുടെ പാലനം പരലോകത്ത് പ്രതിഫലാർഹമായ പുണ്യകർമ്മമാണെന്നും ലംഘനം ശിക്ഷാർഹമായ കുറ്റകൃത്യമാണെന്നും പഠിപ്പിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കളും മക്കളും. മനുഷ്യന്റെ ജനനവും മരണവും വളർച്ചയും സംഭവിക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ്. ഏറെ ക്ലേശിച്ച് ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതും വളരെ പ്രയാസപ്പെട്ട് പോറ്റി വളർത്തുന്നതും മാതാവാണ്. സംരക്ഷിക്കുന്നതും ചികിത്സിക്കുന്നതും പഠിപ്പിക്കുന്നതും പിതാവാണ്. ഉണ്ണാനും ഉടുക്കാനും ആവശ്യമായത് നൽകുന്നതും അദ്ദേഹമാണ്. സമ്പത്ത് ചെലവഴിച്ച് ജീവിത സൗകര്യങ്ങൾ ഒരുക്കുന്നതും പിതാവ് തന്നെ. കരയാനല്ലാതെ മറ്റൊന്നും അറിയാതെയും കാലിട്ടടിക്കാനല്ലാതെ ഒന്നിനും കഴിയാതെയും പിറന്നു വീണ പിഞ്ചു പൈതലിനെ 10-25 വയസ്സുവരെ നീണ്ട 2 പതിറ്റാണ്ടുകാലം പ്രയാസം സഹിച്ചും കഠിനമായി അധ്വാനിച്ചും വളർത്തുന്നതും സംരക്ഷിക്കുന്നതും മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വീക്ഷണത്തിൽ ഭൂമിയിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ബാധ്യതയും കടപ്പാടുമുള്ളത് അവരോടാണ്. ഏറ്റവും കൂടുതൽ സ്നേഹവും ആദരവും അനുസരണവും അർഹിക്കുന്നതും അവർ തന്നെ. അവരിൽ പ്രഥമ സ്ഥാനം മാതാവിനാണ്. ഏതവസ്ഥയിലും മാതാപിതാക്കളോട് മോശമായി പെരുമാറരുതെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. അവരെ അവഗണിക്കരുതെന്നും അവർക്ക് അനിഷ്ടകരമായത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്നും ഇസ്ലാം നിർദ്ദേശിക്കുന്നു. സ്നേഹത്തോടെ പ്രവർത്തിക്കണമെന്നും പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. മാതാപിതാക്കളുടെ വികാരം വ്രണപ്പെടുകയോ അഭിമാനം ക്ഷതപ്പെടുകയോ ചെയ്യുന്ന ഒന്നും മക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുതെന്നും ഇസ്ലാം നിർദ്ദേശിക്കുന്നു. മാതാപിതാക്കളുടെ അവകാശങ്ങൾ വിശദീകരിക്കുകയും മക്കൾക്ക് അവരോടുള്ള ബാധ്യത എടുത്തു പറയുകയും ചെയ്ത ഇസ്ലാം മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങളും മക്കളുടെ അവകാശങ്ങളും വ്യക്തമായി പഠിപ്പിക്കുന്നു. കുട്ടികളോട് കരുണ കാണിക്കുക, അവരെ ലാളിക്കുക, ഓമനിക്കുക, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക, സ്വഭാവ രൂപീകരണത്തിലും സംസ്കരണത്തിലും ജാഗ്രത പുലർത്തുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരോട് നീതി പുലർത്തുക പോലുള്ള നിരവധി ബാധ്യതകൾ മാതാപിതാക്കൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണനയും പരിരക്ഷയും നൽകണമെന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നു. അടുത്തതും അകന്നതുമായ കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കണമെന്നും അതിന് ക്ഷതം പറ്റുന്ന ഒന്നും സംഭവിക്കരുതെന്നും ഇസ്ലാം അനുശാസിക്കുന്നു. ഇങ്ങനെ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമായ കുടുംബം ആരോഗ്യകരവും കുറ്റമറ്റതുമാകണമെന്ന കാര്യത്തിൽ ഇസ്ലാം തികഞ്ഞ നിഷ്കർഷ പുലർത്തുന്നു. വിശദ പഠനത്തിന് IPH പ്രസിദ്ധീകരിച്ച സന്തുഷ്ട കുടുംബം മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ സ്വർഗവാതിൽക്കൽ, ഡയലോഗ് സെന്റർ കേരള പുറത്തിറക്കിയ കുടുംബം ഇസ്ലാമിൽ തുടങ്ങിയ പുസ്തകങ്ങൾ വായിക്കുക. നന്ദി.